السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، قال النبي صلى الله عليه وسلم: إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته لدنيا يصيبها أو امرأة ينكحها. ഹബീബായ നബി തങ്ങൾ സത്യവിശ്വാസികളോട് പറഞ്ഞു, സത്യവിശ്വാസികളുടെ എല്ലാ കർമ്മങ്ങളുടെയും സ്വീകാര്യത, അതിൻ്റെ വിജയം അവൻ്റെ ഹൃദയത്തിൻ്റെ കരുത്തുകൊണ്ടാണ്, അവൻ്റെ നീയത്ത് കൊണ്ടാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൻ്റെ നീയത്ത് കൊണ്ടാണ്, ഹൃദയത്തിൻ്റെ ലക്ഷ്യം കൊണ്ടാണ്. ഒരാൾ നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ ഫർദ് എന്താ? നീയത്താണ്, അല്ലേ? ഒരാൾ ളുഹർ നിസ്കരിക്കുകയാണെങ്കിൽ അത് ഞാൻ ളുഹർ നിസ്കരിക്കുന്നു എന്ന നീയത്തുണ്ടെങ്കിലേ ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ സത്യവിശ്വാസിയുടെ ജീവിത വിജയത്തിൻ്റെ നിദാനം എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തിൻ്റെ കരുത്താണെന്നാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്. ആ കരുത്ത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകരെയും നേടാൻ വേണ്ടിയാണെങ്കിൽ അവൻ നേടുക തന്നെ ചെയ്യും, അതിനെ നേടും. മറിച്ച് ദുനിയാവിനെ നേടാൻ വേണ്ടിയിട്ടാണെങ്കിലോ യുസീബുഹ, തങ്ങൾ പറഞ്ഞു, ആ ദുനിയാവിനെ അവൻ എത്തിക്കുക തന്നെ ചെയ്യും. ഒരാൾ ദുനിയാവിനെ പ്രാപിക്കാൻ വേണ്ടി, ആ ദുനിയാവിൻ്റെ ഏതെങ്കിലും കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിനെ ലക്ഷ്യമാക്കി മാറ്റിയത്, ഹൃദയത്തിൻ്റെ ലക്ഷ്യത്തെ അതിന് വേണ്ടിയിട്ടാണ് അവൻ പ്രവർത്തിച്ചത്. എന്നാൽ ആ ദുനിയാവിനെ അവൻ എത്തിക്കുമെന്നാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരാൾ പെണ്ണിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു പെണ്ണിനെയാണ് അവൻ ലക്ഷ്യം വെക്കുന്നത്. ഈ ഹദീസ് ഇറങ്ങാനുണ്ടായ കാരണത്തിൽ മഹാന്മാരായ ഹദീസിൻ്റെ പണ്ഡിതന്മാർ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും മദീനയിലേക്ക് യാത്ര പോയപ്പോൾ കൂടെയൊരു ഖുറൈശി ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ വന്നത് അന്ന റജുലൻ മിൻ ഖുറൈശിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഖുറൈശികളിൽപ്പെട്ട ഒരു പുരുഷൻ, അവൻ ജാ ഇലൽ മദീന മിൻ അജലി ഉമ്മി ഖൈസ് എന്ന, ഉമ്മി ഖൈസ് എന്ന് പറയുന്ന പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടി മദീനയിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് ഈ ഹദീസ് പറഞ്ഞു. എൻ്റെ കൂട്ടത്തിൽ മദീനത്തേക്ക് വന്നവർ യഥാർത്ഥ ഇസ്ലാമിൻ്റെ സത്യവിശ്വാസത്തിൻ്റെ വിജയത്തിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വന്നതെങ്കിൽ അവൻ അത് നേടും. പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ അതിന്